എല്ലാവർക്കും വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോവാണ്. ഇവിടെ തൂമ്പ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫ്ലവർ ഷോ പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഫേമസ് ആണ്, ഇവിടെ എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് എല്ലാവരും പോയവരൊക്കെ പറഞ്ഞത്. ലാസ്റ്റ് ടൈം നമുക്ക് പോകാൻ പറ്റിയില്ല, അപ്പം നമ്മൾ വിചാരിച്ചു ഇപ്പം പോവാന്ന്. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും അല്ലേ? 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പിന്നെ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവനെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളും കൂടി ഈ ഒരു ട്രിപ്പിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ തൂമ്പയിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ ഒരു സ്പ്രിംഗ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് പോകുന്നതിന് മുന്നേ യൂട്യൂബിൽ തന്നെ ഇതിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ആ ഒരു ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തതും എല്ലാം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഉള്ളതെന്ന് കാണാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ബ്രിസ്ബെയിൽ നിന്ന് തൂമ്പയിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ ശരിക്കും ആ ഒരു വ്യത്യാസം കാണാം. എല്ലാ വീടുകളിലും നിറച്ച് പൂക്കളുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണ് റീസൺ എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഹലോ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് ഇപ്പം. ഇതിപ്പോൾ ഈ വീക്കെൻഡും കൂടിയേ ഉള്ളൂ ഇപ്പം ഈ ഒരു ഫെസ്റ്റിവൽ. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഹലോ, അപ്പോൾ നമ്മളിവിടെ ലോറൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ഒരു ഫ്ലവേഴ്സിന് കണ്ടിട്ടില്ല. ശരിക്കും ഈ ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും ഈ ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് ഞങ്ങളെ കൂടെ ഞങ്ങൾ 2 ഫ്രണ്ട്സും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ കാണിച്ചു തരാം. ഹലോ. അപ്പോൾ എന്തായാലും ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ജിൻസൺ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ജിൻസൺ, എന്താണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രത്യേകത? ഇത് എല്ലാ കൊല്ലവും നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ടൂംബ കാർണിവൽ ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത്. അത് സെപ്റ്റംബർ 18 മുതൽ സെപ്റ്റംബർ 27 വരെയുള്ള ഒരു 10 ദിവസത്തെ പരിപാടിയാണ്. മെയിൻലി ഒരു മൾട്ടി കൾച്ചറൽ ഇവൻ്റ് ആണ്. കൂടുതലും ഫ്ലവേഴ്സ് വെച്ചുള്ള തീമാണ്. ഇവിടെ പല പരിപാടീസ് ഉണ്ടാവും. അതിലൊന്നെന്ന് വെച്ചാൽ ഒരു പരേഡാണ്. പരേഡിൽ എല്ലാ നാഷണാലിറ്റീസ്, എല്ലാ രാജ്യത്തു നിന്നും എല്ലാ കൾച്ചറിൽ നിന്നും ആൾക്കാർ വന്ന് അവരുടേതായ കൾച്ചറലായിട്ടുള്ള ഡിസ്പ്ലേസ് ഒരു പരേഡിൻ്റെ രീതിയിൽ ഇത് മൊത്തം കാണിക്കും. എന്നിട്ട് അതിനകത്ത് കോമ്പറ്റീഷനായിട്ടുണ്ട്. പിന്നെ പല വീടുകൾ ഫ്ലവർ കോമ്പറ്റീഷൻ വെക്കും. അവരവരുടെ പ്രൈവറ്റ് ഗാർഡൻസ് എല്ലാം അവർ പ്രോപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അത് പബ്ലിക്കിന് ആക്സസിബിളാണ്. പബ്ലിക്കിന് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് അതിൽ ബെസ്റ്റ് ഗാർഡൻസിന് അവാർഡും അതിന് പ്രൈസസൊക്കെ ഉണ്ട്. അപ്പം മുംബൈയിൽ ഈ ഒരു 10 ദിവസത്തിനിടയിൽ ബ്രിസ്ബൻ, ഗോൾഡ് കോസ്റ്റ് എന്നുള്ള പല സ്ഥലത്തു നിന്ന് ആൾക്കാർ ഒത്തിരി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും തിരക്കോടെ കാണുന്നത്. അപ്പോൾ ജെൻസൺ നേരത്തെ അവിടെ ചോദിച്ചില്ലേ ഈ ഫെസ്റ്റിവൽ കഴിയുമ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ള ഈ പൂക്കളും കാര്യങ്ങളൊക്കെ അവരെന്താ പറഞ്ഞത്? അവരത് ജസ്റ്റ് എല്ലാം എടുത്തിട്ട് അത് മൾച്ചാക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് വളമായിട്ട് തിരിച്ചിടുകയും. ഓക്കെ, നമുക്കപ്പോൾ മേടിക്കാനൊന്നും പറ്റത്തില്ല ഫ്ലവേഴ്സ് ആയിട്ടൊന്നും? ഇല്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എന്തായാലും നമുക്ക് പൂക്കളുടെ ഫോട്ടോയും വീഡിയോസും നമുക്ക് എന്തായാലും എടുക്കാം.
ഇതൊക്കെയായിരുന്നു ഈ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്